രാഷ്ട്രീയ കേരളം ഇതുവരെ കാണാത്ത വമ്പൻ ട്വിസ്റ്റുകളും വഴിത്തിരിവുകളുമായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും അതിനുശേഷവുമൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തം. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എതിരാളിയായി കെ മുരളീധരനെ കളത്തിൽ ഇറക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തീപാറും വാശിയേറിയ പോരാട്ടത്തിനായിരിക്കും കോൺഗ്രസും BJPയും CPMും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പട്ടികയിൽ വൻ ട്വിസ്റ്റ്. പ്രതാപൻ മത്സരിച്ചേക്കില്ല. കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായേക്കും. ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിന് ആക്കം പകർന്ന് പത്മജ മുഖ്യരുടെ മക്കളിൽ ഉടക്കവീണ് കോൺഗ്രസ് എന്ന വാർത്തകൾ ചർച്ചയാകുമ്പോഴാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൊളിച്ചെഴുതേണ്ടി വരുന്നത്. ഇതിനിടെ BJPയിൽ ചേർന്ന പത്മജ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP എന്ന വാർത്തകളും ചർച്ചയാവുകയാണ്. ഇതിനിടയിൽ CPM കൃത്യമായി രാഷ്ട്രീയ പ്രചാരണായുധമായി ഈ വിഷയങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. എല്ലിൻ കഷ്ണം വിട്ടാൽ ഓടുന്ന സൈസ് ജീവികൾ കോൺഗ്രസ് ആണെന്ന് വിശ്വസിച്ച് ആരെയും ജയിപ്പിക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇതിനിടെ പത്മജ വേണുഗോപാലിനും പണി കിട്ടിയിട്ടുണ്ട്. ED വന്നാൽ BJPയിൽ ചേരുകയെ നിവർത്തിയുള്ളൂവെന്ന് പത്മജയ്ക്ക് പണി കൊടുത്ത് അഡ്മിൻ പരിഹസിച്ച സൈബർ ലോകം ഈ വാർത്തയും കേരളം ചർച്ച ചെയ്യുകയാണ്. ഏതായാലും വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതായും AICCയുടെ അംഗീകാരം ലഭിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ചർച്ചയ്ക്ക് ശേഷം കേരള നേതാക്കൾ പറഞ്ഞത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റും. സിറ്റിംഗ് MP TN പ്രതാപൻ മത്സരിക്കില്ല. വടകരയിൽ ഷാഫി പറമ്പിലാകും സ്ഥാനാർത്ഥി. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥി MB ജയരാജനെ തോൽപ്പിക്കാൻ K സുധാകരൻ മത്സര രംഗത്തുണ്ടാകണമെന്ന നേതൃത്വം ഒറ്റക്കെട്ടായി പറഞ്ഞതോടെ സുധാകരൻ വഴങ്ങി. വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായില്ല. പട്ടികയ്ക്ക് ഇനി രാഹുലും കൂടി പച്ചക്കൊടി കാണിക്കണം. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ആലപ്പുഴ KC വേണുഗോപാൽ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, പത്തനംതിട്ടയിൽ ആന്റണി, എറണാകുളത്ത് ഹൈബീഡൻ, ചാലക്കുടിയിൽ ബന്നി ബഹനാൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, പാലക്കാട് VK ശ്രീകണ്ഠൻ, തൃശൂർ K മുരളീധരൻ, കോഴിക്കോട് MK രാഘവൻ, വയനാട് രാഹുൽ ഗാന്ധി, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂരിൽ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ RSP UDFനായി ഇറങ്ങും. കോട്ടയത്ത് കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജും മത്സരത്തിനിറങ്ങും. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പുനാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മുസ്ലിം ലീഗിനായി ഇറങ്ങും. ഏതായാലും കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നു BJP എന്ന ആക്ഷേപവുമായി CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിനും ആകെ കൂടി ചോദ്യങ്ങൾ. കേരള നേതാക്കൾക്കേറ്റ പ്രഹരമാണ് പത്മജ വേണുഗോപാലിന്റെ കൂടുമാറ്റം. മുൻ മുഖ്യമന്ത്രിമാരായ K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കളെ BJP കൊണ്ടുപോയതിന്റെ ആഘാതത്തിൽ നിന്നും കോൺഗ്രസിന് എളുപ്പത്തിൽ രക്ഷപ്പെടാനാകില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചാരണ വാക്യത്തിന് ആക്കം പകരുന്നതാണ് അനിൽ ആന്റണിയുടെയും പത്മജയുടെയും കൂടുമാറ്റം. കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ BJP എതിർക്കുന്നതിൽ UDFന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്താണ് LDF ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അനിൽ ആന്റണി BJP പാളയത്തിലേക്ക് പോയപ്പോൾ അവഗണിച്ച് മറികടക്കാൻ കോൺഗ്രസിന് ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ആന്റണി അല്ലാതെ അദ്ദേഹത്തിന്റെ മകനെ അധികമാരും കണ്ടില്ല എന്നതാണ് കോൺഗ്രസിനെ തുണച്ചത്. എന്നാൽ ലീഡർ എന്ന ഒറ്റ വാക്കിന്റെ ഐഡന്റിറ്റിയിലാണ് പത്മജ നേതാവായതെങ്കിലും ഇപ്പോൾ AICC അംഗവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമാണ്. അങ്ങനെ അവഗണിക്കാനാവുന്നതല്ല എന്നർത്ഥം. K മുരളീധരൻ പറഞ്ഞ മറുപടി തൽക്കാലം കോൺഗ്രസിന് ആശ്വാസം നൽകുന്നതാണെങ്കിലും ഇടതുപക്ഷത്തിന് വേരുറപ്പുള്ള വടകരയുടെ മണ്ണിൽ അംഗത്തിനിറങ്ങുന്ന മുരളിക്ക് പത്മജ നൽകിയത് വലിയ ചോദ്യമായിരിക്കുമെന്നുള്ളത് വ്യക്തം. ഇതിനിടെ BJPയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. പാർട്ടി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ വസതിയിൽ ചർച്ചകൾക്ക് ശേഷമാണ് പത്മജ BJP ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. വയനാട് മണ്ഡലത്തിൽ പത്മജയെ പരിഗണിക്കുന്നുവെന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് എല്ലാം കൂടി ഇപ്പോൾ എങ്ങനെ പറയും എന്നതായിരുന്നു ജാവ്ദേക്കറുടെ മറുപടി. BDJSന് നീക്കിവെച്ച ചാലക്കുടി മണ്ഡലത്തിൽ പത്മജയെ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും K കരുണാകരന്റെ മകൾ വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്നത് ദേശീയ തലത്തിലും രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന BJPയിൽ അഭിപ്രായമുണ്ട്. പകരം BDJSന് എറണാകുളം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിനെ രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിച്ചിരുന്നുവെന്ന് പത്മജ പറയുന്നു. ഈ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്നും പഠിക്കണമെന്നും പത്മജ പറയുകയാണ്.